തൃശൂർ പീച്ചിയിലെ ഉൾവനത്തിൽ വെച്ച് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചലൂരിലെ പ്രഭാകരന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്നലെ വൈകിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകനും മരുമകനുമാണ് മരണവിവരം പുറത്തറിയിച്ചത്. പീച്ചി റേഞ്ചിന് കീഴിലെ അമ്പഴച്ചാൽ വനമേഖലയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിച്ച് രാത്രി തങ്ങാൻ സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. മകൻ മണികണ്ഠനും മരുമകൻ ലിജോയും ഓടി രക്ഷപ്പെട്ടെങ്കിലും വലിയ ചാക്ക് കയ്യിലുള്ളതിനാൽ പ്രഭാകരന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വനവിഭവം ശേഖരിക്കാനാണ് പോയി. ചീനിക്കായ എന്ന് പറഞ്ഞ ഒരു കായുണ്ട്, അത് എടുക്കാൻ വേണ്ടിയാണ് പോയത്. അത് പറക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ആന പെട്ടെന്ന് വന്നതെന്ന് പറയണത്. ഇവർക്ക് ഓടാനൊന്നും പറ്റിയില്ല. ആന വന്ന് മാമനെ അടിച്ചിടുകയെന്ന് പറഞ്ഞു. മോനുണ്ടായി, മരുമോനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ആദ്യമായിട്ട് ഇത് സംഭവം നടന്നിട്ട് മോനാണ് ആദ്യം വന്ന് എന്നോട് പറയുന്നത്. അങ്ങനെ ആണ് ഞാൻ ഫോറസ്റ്റിലെ സാറിനെ വിളിച്ച് പറഞ്ഞു, BSSന്റെ സെക്രട്ടറി. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരനെ വനത്തിന് പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ നഷ്ടമായി. മകനും മരുമകനും തിരിച്ചെത്തിയാണ് മരണവിവരം ഊരിൽ അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് സംഘം കാട്ടിലേക്ക് തിരിച്ചു. ഏറെ പരിശോധനകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. കാട് വഴിയെത്തുക ശ്രമകരമാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ബോട്ടിലാണ് മൃതദേഹം പുഴകടത്തി പീച്ചി IBയിലേക്ക് എത്തിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.